കൃഷ്ണപുരത്ത് പോലീസ് സ്റ്റേഷൻ അനുവദിക്കുന്നതിന് തുക ബഡ്ജറ്റിൽ വകയിരുത്തുകയും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് 160 കോടി രൂപ അനുവദിക്കുകയും ചെയ്ത വി.ഡി. സതീശൻ സർക്കാരിനും മന്ത്രി എം. ലിജുവിനും അഭിവാദ്യം അർപ്പിച്ച് കൃഷ്ണപുരം നോർത്ത് സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി പ്രകടനവും സമ്മേളനവും നടത്തി. കെ.പി.സി.സി സെക്രട്ടറി എൻ. രവി ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷ്ണപുരത്ത് പോലീസ് സ്റ്റേഷൻ അനുവദിക്കുന്നതിന് 3 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയും കായംകുളം നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് 160 കോടി രൂപ അനുവദിക്കുകയും ചെയ്ത വി.ഡി. സതീശൻ സർക്കാരിനും സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം. ലിജുവിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കൃഷ്ണപുരം നോർത്ത് സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു. കെ.പി.സി.സി സെക്രട്ടറി എൻ. രവി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം അസംബ്ലി മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റിന്റെ കാലത്തും ഇത്രയധികം പദ്ധതികൾക്ക് തുക അനുവദിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ കൃഷ്ണപുരക്കാർക്ക് ഏറ്റവും അഭിമാനിക്കുവാൻ പറ്റുന്നത് വർഷങ്ങളായി കൃഷ്ണപുരം നിവാസികളുടെ ഒരു ചിരകാല ആവശ്യമായിരുന്നു കൃഷ്ണപുരത്ത് ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നുള്ളത്. ശ്രീ എം. ലിജു നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കായംകുളത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ബഡ്ജറ്റിലൂടെ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിക്കുകയും അതിനായി 3 കോടി രൂപ അനുവദിക്കുകയും ബഡ്ജറ്റിൽ മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ളത്. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ. നാസർ അധ്യക്ഷനായി. സൗത്ത് മണ്ഡലം പ്രസിഡന്റ് കെ. പത്മകുമാർ സ്വാഗതം പറഞ്ഞു. സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി. ജനപ്രതിനിധികളുടെ ഇടതുപക്ഷ ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങളെ കടത്തിവെട്ടിക്കൊണ്ട് കായംകുളത്തിന് 160 കോടി രൂപ ബഡ്ജറ്റിൽ സമസ്ത മേഖലയെ സ്പർശിച്ചുകൊണ്ട് ഉൾപ്പെടുത്തുവാനുള്ള തീരുമാനമെടുത്തതിന്റെ പിന്നിൽ ഊർജ്ജസ്വലനായ നമ്മുടെ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി, നമ്മുടെ കായംകുളത്തിന്റെ ജനപ്രതിനിധി, കായംകുളത്തിന്റെയും ആലപ്പുഴ ജില്ലയുടെയും കേരളത്തിന്റെയും യുവാക്കളുടെയും അതുപോലെ ബഹുജനങ്ങളുടെയും ജനഹൃദയങ്ങളിലുള്ള ആ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ കഴിവുള്ള പ്രിയങ്കരനായ ജനപ്രതിനിധി നമ്മുടെ മന്ത്രി അഡ്വക്കേറ്റ് എം. ലിജുവിന്റെ ആർജവത്തോടുള്ള പ്രവർത്തനവും കഴിഞ്ഞ മെയ് മാസം 25-ാം തീയതി ബഡ്ജറ്റിന്റെ പ്രാരംഭ ചർച്ച തുടങ്ങുന്ന സമയത്ത് ബഹുമാന്യനായ സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഒരുമിച്ചിരുന്നു കൊണ്ട് കൃഷ്ണപുരത്തും ഈ പഞ്ചായത്തിൽ ആകമാനം നടപ്പിൽ വരുത്തേണ്ട അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൽ വരേണ്ടുന്ന ഏതൊക്കെയാണ് പ്രവർത്തനങ്ങൾ, ഏതൊക്കെയാണ് പദ്ധതികൾ എന്ന് തീരുമാനിക്കുവാൻ കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് കൂടുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന നിലയിൽ ഒന്നാമതായി കോൺഗ്രസ് പാർട്ടി ഈ ബഡ്ജറ്റിൽ സമർപ്പിച്ചത് കൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ എന്ന ആശയമായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി കോശി, തണ്ടളത്ത് മുരളി, കെ. ദേവദാസ്, അസിം ഖാൻ, അജി ഗണേഷ്, നസീർ, ശിവലാൽ, വയലിൽ സന്തോഷ്, രാധാമണി രാജൻ, ആര്യ ബോബൻ, രാം കിഷോർ, ഹബീബുള്ള, രഞ്ജിത്ത് കുമാർ, നൌഷാദ്, ഓമനക്കുട്ടൻ, റഹിയാനത്ത്, വിജി, സംഗീത, സിന്ധു, അജി എന്നിവർ സംസാരിച്ചു. സി.ഡി നെറ്റ് ന്യൂസ്, കായംകുളം.